ഒരു കമ്പനി അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം പ്രോഫിറ്റ്സ് പ്രോമിസ് ചെയ്യുന്നു and they claims to be an industry leader. This company is run by one of the most brilliant minds in finance. സ്വപ്നം പോലെ തോന്നുന്നുണ്ടല്ലേ? But actually the company was lying and it cost the investors around like $74 billion and the top executives went to prison. Welcome to Business Blunder series. So we are today going to talk about the story of Enron, one of the biggest scandals in history. അങ്ങനെ 1990-ൽ എൻറോൺ വാസ് കൺസിഡർഡ് ആസ് ദി ഗോൾഡൻ ചൈൽഡ് ഓഫ് വാൾ സ്ട്രീറ്റ്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് ഇട്ടു, സ്റ്റോക്ക് പ്രൈസ് കുതിച്ചു വരുന്നു ആൻഡ് ഇറ്റ് വാസ് കൺസിഡർഡ് ആസ് ദി ന്യൂ എക്കണോമിക് ജയന്റ്. അങ്ങനെ കമ്പനിയുടെ വാല്യൂഷൻ ഏകദേശം $70 ബില്യൺ മാറി. US തന്നെ 7ാമത്തെ ലാർജസ്റ്റ് കമ്പനിയായി മാറി. ബട്ട് സംതിങ് വാസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ്. എൻറോൺ അവരുടെ ബുക്സ് കുക്കപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ കമ്പനിയുടെ നഷ്ടം ഹൈഡ് ചെയ്യാനും പ്രത്യേകിച്ച് അവരുടെ കടം ഹൈഡ് ചെയ്യാൻ വേണ്ടി അവർ ഫേക്ക് കമ്പനികൾ ഉണ്ടാക്കി, കോൾഡ് സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റീസ് ഓർ SPEs. സിമ്പിളായി പറഞ്ഞാൽ കമ്പനിയുടെ നഷ്ടം ഫേക്ക് ലാഭം കൊണ്ട് മൂടുവാൻ ശ്രമിച്ചു. അവരുടെ ഓഡിറ്ററായ ആർതർ ആൻഡർസൺ പോലും ഇതിന് അവരെ സഹായിച്ചു. പക്ഷേ കള്ളം ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങനെ 2001 ഒരു വിസിൽ ബ്ലോവർ ഈ സത്യം പുറപ്പെടുവിച്ചു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നവർ ഞെട്ടിപ്പോയി. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഈസ് മിസ്സിംഗ്. അങ്ങനെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് $90 നിന്ന് ഇറ്റ് ജസ്റ്റ് വെന്റ് ഡൗൺ ടു 0.26. എൻറോൺ വെന്റ് ബാങ്ക്രപ്റ്റ്. അവരുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയ ജെഫ് സ്കില്ലിങ്ങും കെൻഡിയും ജയിലിൽ കൊണ്ടുപോയി. വൺ ഓഫ് ദി ബിഗസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആർതർ ആൻഡർസൺ കൊളാപ്സ്ഡ് ഫോർ എവർ. എൻറോണിൻ്റെ സ്കാൻഡൽ വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കോർപ്പറേറ്റ് ഗവൺമെൻസിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. അങ്ങനെ US ഗവൺമെൻറ് 2002 സാർബൈൻസ്-ഓക്സ്ലി ആക്ട് പുറപ്പെടുവിച്ചു, ഓർ SOX. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടുതൽ ട്രാൻസ്പെറൻറ്റ് ആക്കുവാനും കമ്പനിയുടെ CEOsമാരെ അക്കൗണ്ടബിൾ ആക്കുവാനും ഇത് സഹായിച്ചു. സോ എൻറോൺ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സിംപ്ലി പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിട്ട് വിശ്വസിക്കരുത് ആൻഡ് ഓൾവേസ് ലുക്ക് ഫോർ ട്രാൻസ്പെറൻസി, എസ്പെഷ്യലി പീപ്പിൾ. ഇഫ് സംതിങ് ഗുഡ്സ് ടു ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ടു ഗുഡ്. If you like this video, give a thumbs up and subscribe to Reply ACC.